സംസ്ഥാനം വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് നാളെയാണ് പ്രചാരണത്തിന്റെ കലാശക്കൊട്ട്. കനത്ത വേനൽ ചൂടിനെ വകവയ്ക്കാതെ അവസാനവട്ട പ്രചാരണത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. സംസ്ഥാനം വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഒരുങ്ങവേ അവസാനവട്ട പ്രചാരണത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. വലിയ പ്രതീക്ഷയോടെയാണ് മുന്നണികൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. മൂന്നാം തവണയും അധികാരത്തിലെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ തുടർഭരണം ലക്ഷ്യമിട്ടാണ് LDF തെരഞ്ഞെടുപ്പിനിറങ്ങിയത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ഇടതുമുന്നണിയുടെ പ്രചരണം. എന്നാൽ ഇത്തവണ കേരള ജനത തങ്ങളെ അധികാരത്തിലേറ്റുമെന്ന വിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. 10 വർഷക്കാലത്തെ വികസന കോട്ടങ്ങൾ ഉയർത്തിയാണ് UDFന്റെ പ്രചരണം. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി NDAയും ശക്തമായ പ്രചരണമാണ് നടത്തിയത്. വിവിധ പ്രീ പോൾ സർവേകൾ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമെന്ന സൂചനയാണ് നൽകുന്നത്. ഭരണവിരുദ്ധ വികാരമില്ലെന്ന സൂചനയാണ് ഇടത് ക്യാമ്പിന് ആത്മവിശ്വാസം പകരുന്നതെങ്കിൽ അടിയൊഴുക്കുകളിലാണ് UDF ക്യാമ്പിന് പ്രതീക്ഷ. കേരളത്തിൽ ഇത്തവണ മുന്നേറ്റം നടത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് അവസാന ലാപ്പിലും NDA ക്യാമ്പ്. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ UDFും NDAയും രംഗത്തിറക്കിയപ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് ഇടത് ക്യാമ്പിന്റെ താരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ളവർ NDA പ്രചരണത്തിനെത്തിയപ്പോൾ രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി എന്നിവരെ UDF പ്രചരണത്തിനെത്തിച്ചു. അവസാന മണിക്കൂറുകളിൽ പ്രചരണം കൊഴുക്കുമ്പോൾ സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും പോരാട്ടം മുറുകുകയാണ്. വ്യാഴാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിന് മുന്നോടിയായി ചൊവ്വാഴ്ച വൈകുന്നേരം പരസ്യപ്രചാരണം അവസാനിക്കും. ഈ സാഹചര്യത്തിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട നെട്ടോട്ടത്തിലാണ് LDF, UDF, NDA മുന്നണികൾ. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് 10,000-കണക്കിന് പ്രവർത്തകരാണ് ഓരോ മണ്ഡലത്തിലും പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.